SFI ദേശീയ സമ്മേളനത്തിന് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാനായി സ്കൂളിന് അവധി നൽകിയ നടപടിയിൽ വ്യാപക പ്രതിഷേധം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിനാണ് അവധി പ്രഖ്യാപിച്ചത്. സംഭവത്തിൽ DOയിൽ നിന്ന് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കോഴിക്കോട് DDE. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, SFIയുടെ ദേശീയ സമ്മേളനം നടക്കുന്നു, വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം, അതുകൊണ്ട് ഒരു സ്കൂളിന് തന്നെ അങ്ങ് അവധി പ്രഖ്യാപിച്ചു. SFIയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എളുപ്പത്തിൽ അവർക്ക് നേടിയെടുക്കാവുന്നതാണ്, അവർക്ക് നടത്തിയെടുക്കാവുന്നതാണ്. പക്ഷേ നോക്കൂ, ഇത് വലിയ ഒരു വിവാദം ഉണ്ടാക്കിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ അതൊരു സർക്കാർ സ്കൂളിനാണ് ഇത്തരത്തിലൊരു ദേശീയ സമ്മേളനം നടക്കുന്നതിന്റെ ഭാഗമായി അവധി നൽകിയിരിക്കുന്നത് എന്നത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഈ സ്കൂളിലെ പ്രധാന അധ്യാപകനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇത്തരത്തിൽ പഠിപ്പ് മുടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലൊരു നോട്ടീസ് SFIയുടെ ഭാഗത്ത് നിന്ന് ലഭ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിന് ക്ലാസ് ഉണ്ടാവില്ല എന്ന കാര്യം അറിയിച്ചത് എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ പ്രധാന അധ്യാപകന്റെ ഒരു സന്ദേശം പോകുന്നു. അത് ഓട്ടോ ഡ്രൈവർമാർക്കും രക്ഷിതാക്കൾക്കുമുള്ള സന്ദേശമായിരുന്നു അനിൽ നമ്പ്യാർ. അതിൽ പറയുന്നത് ഇത്തരത്തിലൊരു വിദ്യാർത്ഥി സംഘടനയുടെ പഠിപ്പ് മുടക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് 10:30-ക്ക് ശേഷം ക്ലാസ്സുകൾ ഇല്ല എങ്കിൽ ആ സമയത്ത് വിദ്യാർത്ഥികളെ കൂട്ടുവാൻ അവിടെ രക്ഷിതാക്കളോ ഓട്ടോ ഡ്രൈവർമാരോ ഉണ്ടായിരിക്കണം എന്നൊരു വാട്സപ്പ് സന്ദേശമാണ് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ സ്കൂളിൽ എന്താണ് സംഭവം എന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഈ ദേശീയ സമ്മേളനത്തിന് പങ്കെടുക്കുവാൻ വേണ്ടി കുട്ടികളെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഠിപ്പ് മുടക്കണമെന്ന്, അന്ന് ക്ലാസ് ഉണ്ടാവരുത് എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു എന്നൊരു കാര്യം അറിയുന്നത്. തുടർന്നാണ് ഇപ്പോൾ SFI ഭാരവാഹികൾ ഈ സ്കൂളിലെ അധ്യാപകരുമായി കൂടിയാലോചിച്ച ശേഷമാണോ ഇങ്ങനെ സ്കൂളിന് അവധി നൽകണം എന്ന ഒരു തീരുമാനത്തിൽ എത്തിയത്, അവധി കൊടുക്കണമെന്ന ഒരു തീരുമാനത്തിലെത്തിയത്? സാധാരണ SFIയുടെ സ്വഭാവം അനുസരിച്ച് ഒരു പക്ഷേ ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. അത്തരത്തിലുള്ള ഭീഷണി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ, അതോ SFIയുടെ തീരുമാനവുമായിട്ട് ഈ സ്കൂൾ അധികൃതർ പൂർണ്ണമായും സഹകരിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെ ഒരുപക്ഷെ ഇടതുപക്ഷ അധ്യാപക സംഘടനകളിൽപ്പെട്ടവരായിരിക്കാം. അങ്ങനെ ഇവർ ഒരുമിച്ച് തീരുമാനം എടുത്തതാണോ? കാരണം ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഒരുപക്ഷെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ടാവും നടപടിയൊന്നും ഉണ്ടാവില്ല എന്ന്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ അവധി പ്രഖ്യാപിച്ചത്? തീർച്ചയായും അനിൽകുമാർ, ഈ വിദ്യാലയത്തിന്റെ ഒരു പശ്ചാത്തലം നോക്കുമ്പോൾ ഈ പ്രദീപ് കുമാർ MLA ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ ഉണ്ടായ ഒരു സ്കൂള് തന്നെയാണിത്. നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രധാന അധ്യാപകൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയം എന്നത് ഇത്തരത്തിൽ KSUവിന്റെ പഠിപ്പ് മുടക്ക് സമരം ഒരു പ്രാവശ്യം ഉണ്ടായപ്പോൾ വിദ്യാലയത്തിന് അവധി നൽകിയിരുന്നില്ല. അതുകൂടാതെ തന്നെ ഈ വിദ്യാലയത്തിൽ ക്ലാസ് എടുത്ത് ഇവർ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ KSU പ്രവർത്തകർ സ്കൂളിൽ വന്ന് ബെല്ലടിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ പുറത്തേക്ക് ഇറക്കിവിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നതാണ് ഈ പ്രധാന അധ്യാപകൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പഠിപ്പ് മുടക്ക് ഉണ്ട് എന്ന് അറിയിച്ചിട്ട് പോലും ഇത്തരത്തിൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണെങ്കിൽ ഈ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുണ്ടാവാതിരിക്കാനാണ് ഇത്തരത്തിൽ അവധി നൽകിയത് എന്നൊരു ന്യായീകരണമാണ് ഈ പ്രധാന അധ്യാപകന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ പോലീസൊക്കെ തന്നെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിഷ്ക്രിയരായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സമയത്തൊക്കെ ഉണ്ടായതെന്നും ഈ പ്രധാന അധ്യാപകൻ പറയുന്നു. എന്തായാലും വിദ്യാലയങ്ങളിൽ എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ അന്വേഷണം ഉണ്ടാവും, അല്ലെങ്കിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനിൽ നമ്പ്യാർ, നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ഇതിനെല്ലാ ഒത്താശയും ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരുപക്ഷെ ഇതിന് എല്ലാവിധ സഹായങ്ങളും ലഭിച്ചിട്ടുണ്ടാവും. SFI ദേശീയ സമ്മേളനത്തിന് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാനായി സർക്കാർ സ്കൂളിന് അവധി നൽകിയ നടപടിയിൽ വ്യാപക പ്രതിഷേധം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിനാണ് അവധി പ്രഖ്യാപിച്ചത്. സംഭവത്തിൽ DOയിൽ നിന്ന് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കോഴിക്കോട് DDE. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.